ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും ചൂടൻ ചർച്ചയാകുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവാണ്. തനിക്കെതിരെ ഒരു യുവതിയുടെ പരാതി ഉണ്ടായി എന്നറിഞ്ഞ നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുകയായിരുന്നു, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോഴാണ് തനിക്കെതിരെ ഇരയായെന്ന് പറയപ്പെടുന്ന യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയെന്ന വിവരം അദ്ദേഹം അറിയുന്നതെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ ആ പ്രചരണ വേദിയിൽ നിന്ന് രാഹുൽ അപ്രത്യക്ഷനാകുകയായിരുന്നു. രാഹുൽ പ്രചരണ വേദിയിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും തുടർന്ന് ഒളിവിൽ പോകുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരെ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റാരോപണങ്ങളാണ് ഈ FIRൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾ രാഹുലിനെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത്. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ പകർത്തൽ, നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയനാക്കൽ, അതുപോലെ തന്നെ ശാരീരിക ഉപദ്രവമേൽപ്പിക്കൽ മുതലായ കുറ്റകൃത്യങ്ങളാണ് രാഹുലിന് മേൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്. രാഹുൽ മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ അടൂർ സ്വദേശിയായ യുവ വ്യവസായിയും ഈ കേസിൽ സഹകുറ്റവാളിയാണ്, അല്ലെങ്കിൽ സഹകുറ്റാരോപിതനാണ്. ഇയാളാണ് യുവതിക്ക് ഗർഭചിത്ര ഗുളികകൾ എത്തിച്ചു കൊടുത്തതെന്നാണ് പരാതിക്കാരിയുടെ മൊഴിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടവും സുഹൃത്തും ഇപ്പോൾ ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം സെഷൻസ് കോടതിയെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ 3-ാം തീയതി ബുധനാഴ്ചയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിശോധിക്കുക. എന്നാൽ മുൻകൂർ ജാമ്യത്തിൽ തീർപ്പ് വരുന്നതുവരെ രാഹുലിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും കേരള പോലീസും ഇപ്പോൾ. അതിനാൽ തന്നെ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLAയ്ക്ക് വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. കോയമ്പത്തൂരിലും പോലീസ് സംഘം പരിശോധന നടത്തിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഹുലിന് വേണ്ടി കർണാടകയിലും തെലങ്കാനയിലും അടക്കം പരിശോധനകൾ നടത്തുവാൻ പോലീസ് ഒരുങ്ങുന്നു എന്ന വാർത്തകളും സജീവമാണ്. ഈ കർണാടകയെയും തെലങ്കാനയെയും ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അവിടെ കോൺഗ്രസ് ഭരണകൂടങ്ങളാണ് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി നിർണായക വിവരങ്ങൾ കൃത്യമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിപ്പോൾ യുവതി അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴിയാണെങ്കിലും, അന്വേഷണ സംഘം രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയതാണെങ്കിലും, അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണെങ്കിലും കൃത്യമായി തന്നെ മാധ്യമങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് മാതൃഭൂമി ന്യൂസ് വളരെ കൗതുകകരമായ, വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന, വളരെ ഉദ്യോഗജനകമായ മറ്റൊരു റിപ്പോർട്ടും ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം കണ്ണാടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല, മറിച്ച് ഒരു ചുവന്ന പോളോ കാറിലായിരുന്നു എന്നാണ്. ഈ ചുവന്ന പോളോ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ടെന്നും മാതൃഭൂമി ന്യൂസ് പറയുന്നു. വാർത്ത ആധികാരികമല്ല എന്നവർ പറയുമ്പോൾ പോലും നിരവധി ഊഹാപോഹങ്ങൾക്കും അനാവശ്യ ചർച്ചകൾക്കും വഴിമരുന്നിടുന്ന ഒരു വാർത്തയാണ് ഇതെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, രാഹുലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നിയമവേട്ടയും പോലീസ് വേട്ടയും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രാഹുൽ ഈശ്വർ ഇന്നലെ അറസ്റ്റിലായതും സന്ദീപ് വാര്യരെ ഇതേ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹുലിനെ പിന്തുണച്ച സിനിമാ താരങ്ങളായ അനുശ്രീക്കും സീമാജി നായർക്കുമെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. CPM ഹാൻഡിലുകളും BJP ഹാൻഡിലുകളും ഇത് നടത്തുന്നുണ്ട്. അനുശ്രീയെയും സീമാജി നായരെയും വിമർശിച്ചവരിൽ CPMന്റെ പ്രമുഖ വനിതാ നേതാവായ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ മുൻ അംഗമായ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറ്റത്തിൽ പ്രേരണാ കുറ്റത്തിന് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള PP ദിവ്യയും രംഗത്തുണ്ട്. അതുപോലെ തന്നെ പ്രമുഖ ട്രാവൽ വ്ളോഗറായ, വാഹന ബ്ലോഗറായ ബൈജു P നായരെയും PP ദിവ്യ വിമർശിക്കുന്ന സാഹചര്യവും അദ്ദേഹം മുഖമടച്ച് ഇതിനുള്ള മറുപടി നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സൈബർ പോരാട്ടങ്ങൾ കടുത്തു നിൽക്കുമ്പോൾ, സൈബർ അധിക്ഷേപങ്ങൾ കടുത്തു നിൽക്കുമ്പോൾ, നടപടികൾ ഏകപക്ഷീയമാണ് എന്ന ആരോപണം ഉയരുമ്പോഴാണ് മാതൃഭൂമിയുടെ ഈ വാർത്ത മറ്റൊരു വിവാദത്തിന് വഴിമരുന്നിടുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ദീർഘകാലം പൊതുജന മധ്യത്തിൽ നിന്ന് ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ മാറി നിൽക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് വളരെ നാടകീയമായി അദ്ദേഹം നിയമസഭയിലെത്തുകയും തുടർന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് മടങ്ങി വരികയും അവിടുത്തെ പൊതുപരിപാടികളിൽ സജീവമാകുകയും ചെയ്തു. ഏകപക്ഷീയമായി മാറ്റി നിർത്തിയിട്ടും UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മാത്രമല്ല, വിവിധ സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലും രാഹുൽ സജീവമാകുകയും ചെയ്തിരുന്നു. ഇതിലൊരു പദ്ധതി ഭവനരഹിതർക്ക് സൗജന്യമായി വീട് പണിതു കൊടുക്കുന്ന ഇന്റൽ മണിയുമായി ചേർന്ന് അദ്ദേഹം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. സ്മൈൽ എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതി അനുസരിച്ചുള്ള ആദ്യ വീടിന്റെ തറക്കല്ലിട്ടത് സിനിമാ താരമായ ആസിഫ് അലിയായിരുന്നു.
വിവാദങ്ങൾക്ക് ശേഷം 2 വീടുകളുടെ, അതായത് 7ാമത്തെയും 8ാമത്തെയും വീടിന്റെയും തറക്കല്ലിടൽ രാഹുൽ പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ 7ാമത്തെ വീടിന്റെ തറക്കല്ലിട്ടത് സിനിമാ താരമായ തൻവീർ റാമും 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിലെത്തിയത് സിനിമാ താരമായ അനുശ്രീയുമായിരുന്നു. സിനിമാ താരമായ തൻവീർ റാമിനെ കൂടി ഈ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന സാഹചര്യമാണ് മാതൃഭൂമി റിപ്പോർട്ട് മൂലം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മാതൃഭൂമി റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഒരു സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ്. രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാനായി തൻവീർ റാം എത്തിയത് ഒരു ചുവന്ന പോളോ കാറിലായിരുന്നു. ഈ ചുവന്ന പോളോ കാറിൽ തൻവി വന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം ഇൻസ്റ്റാഗ്രാം പേജുകളിൽ വീഡിയോ രൂപത്തിൽ പങ്കുവെക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ തൻവീർ റാമും രാഹുലും ഒപ്പമുള്ള വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരുന്നു. രാഹുലും തൻവിയുമുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ഇവർ നല്ല ജോഡികളാണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൊഴുത്തത്. നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും ഇതനുസരിച്ച് വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതൊക്കെയാണെങ്കിലും ആ വീഡിയോ ദൃശ്യങ്ങളിലും പുറത്തു വന്നിട്ടുള്ള മറ്റ് ചിത്രങ്ങളിലും രാഹുലും തൻവിയും തമ്മിലുള്ള കെമിസ്ട്രി എടുത്തു കാണിക്കുന്നതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഘട്ടത്തിൽ തൻവി ചടങ്ങിനെത്തിയത് ഒരു ചുവന്ന പോളോ കാറിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഈ ചുവന്ന പോളോ കാർ തൻവീർ റാമിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ളതാണ്. കേരള രജിസ്ട്രേഷനുള്ള ഈ പോളോ കാറിന്റെ ഉടമ എന്ന് പറയുന്നത് ശ്രുതി റാം എന്ന വ്യക്തിയാണ്. അവരുടെ പിതാവായി രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ പേരും കാണിച്ചിട്ടുണ്ട്. വാഴക്കാലയിൽ, എറണാകുളം വാഴക്കാലയിലെ ഒരു അഡ്രസ്സും താൽക്കാലിക അഡ്രസ്സായി ബാംഗ്ലൂരുവിലെ ഒരു വിലാസവുമാണ് ചേർത്തിരിക്കുന്നത്. തൻവീർ റാമിന്റെ യഥാർത്ഥ പേര് ശ്രുതി റാം എന്നാണ്. ശ്രുതി റാം കർണാടക സ്വദേശിനിയാണ്. അവരിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തുള്ള ഈ ശ്രുതി റാം തന്നെയാണ് തൻവീർ റാം, ഈ വാഹനത്തിന്റെ ഉടമസ്ഥ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇത്തരത്തിൽ ആധികാരികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടും തൻവീർ റാമിന്റെ പേര് ഈ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന കാര്യത്തിൽ ഇതിനാൽ തന്നെ സംശയമില്ല. ഏതാണെങ്കിലും ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പരാതിക്കാരിയായ യുവതി ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പ്രതി ചേർത്തിരിക്കുകയാണ്. എന്നാൽ ഇതിനു മുമ്പ് രാഹുലും ആ പെൺകുട്ടിയും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ തങ്ങളുടെ ചാനലിലൂടെ പുറത്തുവിടുകയും ആ പെൺകുട്ടിയുടെ മാനസിക നില വിവരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഫേസ്ബുക്ക് കുറിപ്പ് ഇടുകയും എല്ലാം ചെയ്തിരുന്നു. തുടർന്ന് ഒരു പൊതുസമ്മർദ്ദം ആ പെൺകുട്ടിക്ക് മേലുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് വിവാദമുയർന്ന് 5 മാസങ്ങൾക്കിപ്പുറം രാഹുലിനെതിരെ ഔപചാരികമായ ഒരു പരാതിയുമായി ആ പെൺകുട്ടി മുഖ്യമന്ത്രിയെയും കേരള പോലീസിനെയും സമീപിച്ചത്. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ BJPക്കും CPMനും അനുകൂലമാകുന്ന രീതിയിലും UDFനും കോൺഗ്രസിനും പ്രതികൂലമാകുന്ന രീതിയിലും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ ചില മുഖ്യധാരാ മാധ്യമങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കൃത്യമായി പേരെടുത്ത് പറഞ്ഞാൽ റിപ്പോർട്ടർ TVയും ന്യൂസ് മലയാളം 24x7ന്റെയും ചില പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ പരാതി കൊടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചതെന്നും അതിനു പിന്നിൽ അവരുടെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും സാമാന്യം ഏതു മനുഷ്യനും ഊഹിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനിടയിലേക്ക് ആ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായപ്പോൾ കടന്നു കയറിക്കൊണ്ട് ഒരു പരാതിയിലേക്കും രാഷ്ട്രീയ വിവാദത്തിലേക്കും ഈ വിഷയത്തെ എത്തിച്ചേർത്തതിന് പിന്നിൽ കേരളത്തിലെ ചില പ്രമുഖ ന്യൂസ് വാർത്താ ചാനലുകളുടെ പപ്പരാസി സംസ്കാരമാണെന്നുള്ള ചിന്തയും ഇപ്പോൾ മാതൃഭൂമി പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്തയും ഒരു യുവനടിയുടെ പേര് ഈ വിവാദത്തിലേക്ക് അനാവശ്യമായി വലിച്ചിഴക്കപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന ചിന്തയും പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.